ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാന്റെ സ്ഥാനാരോഹണത്തിന് നരേന്ദ്രമോദിയെ ക്ഷണിച്ചേക്കുമെന്ന് സൂചന. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വൻ വിജയം നേടിയതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. BNP നേതൃത്വം ഇക്കാര്യം ചർച്ച ചെയ്തതാണ് സൂചന. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ബംഗ്ലാദേശിന്റെ വിദേശകാര്യ ഉപദേശകൻ ഹുമയൂൺ കബീറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ചില സൂചനകളൊക്കെ നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ ക്ഷണിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്ന പ്രതീക്ഷയാണ് ഹുമയൂൺ കബീർ പങ്കുവച്ചിരിക്കുന്നത്. ഈ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അന്തർദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഐസൻ, തീർച്ചയായും നീലിമ, അത്തരത്തിലൊരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൻ്റെ വൻ വിജയം നേടിയ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വൻ വിജയം നേടിയ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ അറിയിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. ഈ അഭിനന്ദനങ്ങൾ അറിയിച്ചതിന് പിന്നാലെ ബംഗ്ലാദേശിൽ നിന്നും അതിനെ മറുപടിയായി താരിഖ് റഹ്മാൻ മറുപടി അറിയിക്കുകയും ചെയ്തു. ഭാരതവുമായി സഹകരിച്ചു പോകാൻ തന്നെയാണ് താല്പര്യമെന്നും സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അഭിനന്ദനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടും തിരിച്ചും മറുപടി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഖാലിദാസിയയുടെ മരണം നടന്ന സംഭവത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചനക്കുറിപ്പിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഭാരതവുമായി മികച്ച സഹകരണം പുലർത്തിയിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു എന്നെല്ലാം തന്നെ ഓർത്തെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു ആശയം അല്ലെങ്കിൽ അവരുടെ ആ നിലപാട് ഭാരതത്തോടൊപ്പമാണ് എന്നൊരു സൂചനകളാണ് അന്നൊക്കെ പുറത്തു വരികയും ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയെ സ്ഥാനാരോഹണ ചടങ്ങിന് ക്ഷണിക്കുകയും ചെയ്യുന്നത്. അയൽ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരെ ക്ഷണിക്കുക എന്ന രീതിയൊക്കെ നിലവിലുണ്ട്. എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുമോ എന്നത് സംബന്ധിച്ച് ചില ആശങ്കകൾ നിലനിന്നിരുന്നു. അതിൻ്റെ സ്വാഭാവികമായ കാര്യമെന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഭാരതത്തിലെ ആ ഒരു രാഷ്ട്രീയ അഭയം തേടിയ സാഹചര്യം, അത്തരം പശ്ചാത്തലങ്ങളിലാണ് ഈ ക്ഷണം സംബന്ധിച്ച് ചില ആശങ്കകൾ അല്ലെങ്കിൽ ചില കൗതുകങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയെ ഭാരതത്തിൽ സംരക്ഷിക്കുമെന്ന നിലപാട് ഭാരതം ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബംഗ്ലാദേശിൻ്റെ നിയുക്ത പ്രധാനമന്ത്രി എന്ന് തന്നെ പറയാവുന്ന താരിഖ് റഹ്മാൻ്റെ ഭാഗത്തു നിന്നൊരു ഇൻവിറ്റേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ഔദ്യോഗികമായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്യുന്നത്. നീലിമ, ഐസൻ, ഷെയ്ഖ് ഹസീന അധികാരഭ്രഷ്ടയായതിനു ശേഷമാണ് ബംഗ്ലാദേശിൽ വലിയ കലാപം ഉടലെടുക്കുന്നത്. ആ കലാപത്തിന് ഇരയായതാകട്ടെ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദു ജനതയാണ്. ഹിന്ദു കൂട്ടക്കൊലയാണ് നമ്മൾ കുറേ നാളുകളായി അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഭാരതം പല ഘട്ടത്തിലും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്താരാഷ്ട്ര ഫോറങ്ങളിൽ പോലും ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടെ ഈ ബംഗ്ലാദേശും ഭാരതവും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലൊക്കെ വലിയ വിള്ളൽ കുറേ കാലമായി നമ്മൾ കാണുകയാണ്. ഇതിപ്പോൾ BNP അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അവർ നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ ഒരുങ്ങുന്നു. ഭാരതവും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധത്തിൽ ഒരു പുരോഗതി ഇനി ദർശിക്കാൻ കഴിയുമോ? മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളുമായി അനുബന്ധിച്ചുള്ള ചില നീക്കങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നിരുന്നു. നമുക്കറിയാവുന്നതാണ്, ബംഗ്ലാദേശിൻ്റെ അധിക താരിഫ് 19% ചുരുക്കുന്നൊരു നിലപാട് അമേരിക്ക സ്വീകരിച്ചിരുന്നു. ഭാരതത്തിൻ്റേത് 18% ചുരുക്കിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റിസോഴ്സസ് എല്ലാം തന്നെ ആവശ്യം വരും. ഭാരതത്തിൻ്റെ പിന്തുണ അവിടെയുള്ള തുണി വ്യവസായത്തിനൊക്കെ കാര്യമായി വേണ്ടിവരും എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. വലിയൊരു മാർക്കറ്റ് തുറന്നു കിട്ടുമ്പോൾ ആ മാർക്കറ്റിന് അനുബന്ധമായ സാമ്പത്തികമായ ഒരു ചുറ്റുപാടിലേക്ക് എത്തേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ശാക്തീകരണം വേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായും ഭാരതവുമായി സഹകരിക്കുന്നതാണ് പ്രായോഗിക ബുദ്ധി എന്ന തിരിച്ചറിവ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് കൃത്യമായി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഭാരതവും ഇതുപോലെ തന്നെ വലിയ തോതിൽ വികസിക്കുന്ന അല്ലെങ്കിൽ വൻതോതിൽ പുരോഗതി രേഖപ്പെടുത്തപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയും കൂടിയാണ് ഭാരതം. അത്തരത്തിലൊരു ഭാരതം സമ്പദ് വ്യവസ്ഥയായി തുടരുകയും അതേസമയം പാകിസ്ഥാൻ ദുർബലമായൊരു സമ്പദ് വ്യവസ്ഥയായി തുടരുകയും പല വാർത്തകളും പാകിസ്ഥാൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ പുറത്തു വരികയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് അത്ര ഗുണകരമല്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ഇത് എത്ര കണ്ട് പ്രായോഗികമാവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്ന് തന്നെയായാലും പാകിസ്ഥാനുമായി അടുക്കാനുള്ള നീക്കങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞല്ലാതെ ഭാരതവുമായി അടുക്കാനുള്ള, അല്ലെങ്കിൽ ഭാരതത്തിന് ശക്തമായൊരു സഹകരണം ഉറപ്പാക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന തിരിച്ചറിവുണ്ട്. അത്തരമൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായും ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഭാരതവുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ അത് വലിയ ശാക്തീകരണമുണ്ടാകും. പ്രധാനമന്ത്രിക്ക് ക്ഷണം നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയും
ക്ഷണിക്കുകയും പ്രധാനമന്ത്രിയെ രാജ്യത്തിൻ്റെ സഹകരണം കൂടുതൽ ഉറപ്പാക്കുകയും ചെയ്യുമെന്ന മറുപടിയും അവർ നൽകിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായും ഭാരതത്തിൻ്റെ സമ്പദ് രംഗത്തെ മുന്നേറ്റം, അതുപോലെ തന്നെ വികസന രംഗത്തെ മുന്നേറ്റം, അത് ഏത് രീതിയിലായാലും സാങ്കേതിക വിദ്യ രംഗത്തായാലും എല്ലാ രംഗങ്ങളിലും വൻതോതിൽ മുന്നേറുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ സാധ്യതകൾ കൂടെ ചേർന്ന് നിന്ന് ലഭ്യമാക്കുക എന്ന നയതന്ത്ര തലത്തിലും അല്ലാത്ത തരത്തിലുമുള്ള വിശാലമായ സഹകരണം തന്നെയാണ് ബംഗ്ലാദേശ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നതും വ്യക്തമാണ്. സ്വാഭാവികമായും നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ ശക്തി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നതുകൂടി ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല. നീലിമ. ഓക്കെ ഐസൺ, ഭാരതവും ബംഗ്ലാദേശ് തമ്മിൽ നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമായി വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഐസനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.